ഇന്ന് രാത്രിയിലെ ചില വിടുതലുകൾ ദൈവാത്മാവ് ഒരു വേദഭാഗം വായിക്കാൻ കണ്ണാടി പോലും എടുത്തില്ല. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 47-ാം വാക്യം. ഇസ്രായേലായ യേശു എന്ന് കേട്ടിട്ട് 41 വാക്യം. അതിശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോട് അവൻ യൂരോപ്പിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തുമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. കർത്താവിന്റെ വിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ഐതിഹ്യ ശുശ്രൂഷ വേളയിൽ കർത്താവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് വ്യക്തമായി പരിശുദ്ധാത്മാവ് മാർക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കുറിച്ച് മാത്രമാണ് മാർക്കോസ് സുവിശേഷത്തിൽ മാർക്കോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു യെരിഹോവിലെത്തി എന്ന വേദപുസ്തകം പറയുകയാണ്. കർത്താവ് യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീമായുടെ മകനായ ബർത്തിമായി എന്നൊരു കുരുടനായ ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. സ്തോത്രം. നസറേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ഉറക്ക നിലവിളിച്ച് ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്ക നിലവിളിക്കുവാനിടയായി. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടങ്ങളിൽ സാധാരണ കർത്താവ് ശുശ്രൂഷയ്ക്കായി ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വരുന്നത് കടൽ മാർഗമാണ്. ഗലീല കടൽ വഴിയാണ് സാധാരണ കർത്താവ് യെരൂശലേമിലേക്ക് വരാറുള്ളത്. പക്ഷെ ഇവിടെ കർത്താവ് യെരിഹോവിൽ കൂടി കടന്നു വന്നു എന്നാണ്. സ്തോത്രം. അപ്പൊ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുവഴി വരണമെന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മറുപടിയായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പിതാവ് തീരുമാനിക്കാതെ കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ മടിയിലിരുന്ന പുത്രനായ ക്രിസ്തു തന്റെ ഐഹിക ശുശ്രൂഷ വേളയിൽ കർത്താവ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അത് പിതാവായ ദൈവത്തോട് ചോദിച്ച് ആ ചോദ്യത്തിനുള്ള മറുപടി കർത്താവിന് നിശ്ചയമായി ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നു കർത്താവായ യേശു ക്രിസ്തു യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടെന്ന. സ്തോത്രം. അതിനൊരു കാര്യമുണ്ട്. ആമേൻ. നമുക്കതിന്റെ 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കാം. അതിന്റെ മാർക്കോസ് സ്ത്രീയും കർത്താവിനെ ഉപേക്ഷിച്ച് അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുമ്പായി നടന്നു. അവർ വിസ്മയിച്ചു. അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അവൻ പിന്നെയും 12 വരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ നാം യെരൂശലേമിലേക്ക് പോകുന്നു. അപ്പൊ കർത്താവിന്റെ അന്ത്യയാത്രയാണിത്. കർത്താവ് തന്റെ ക്രൂശീകരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായി സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരമായി തീരേണ്ടതിന് പിതാവായ ദൈവം തന്നെ അയക്കുവാനായി പ്ലാനിട്ടത് യെരിഹോ എന്ന പട്ടണത്തിൽ കൂടി കടന്നു വരുവാനാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുകയാണ്, നാം ഇതാ യെരൂശലേമിലേക്ക് പോകുന്നു. ആമേൻ. അതുവരെ ഇല്ലാത്തൊരു ഭയം ശിഷ്യന്മാർക്കുണ്ടായി. അവർ വിസ്മയിച്ചു. അവരോ ഭയപ്പെട്ടു.
കാരണം അവരുടെ ഉള്ളിനകത്ത് ഭയം വെളിപ്പെട്ടു വന്നു. എന്തുകൊണ്ടാ ഭയം വെളിപ്പെടാനുണ്ടായ കാരണം? അതുവരെ ഉണ്ടാകാത്തൊരു ദൈവിക സാന്നിധ്യം, യേശുവിന്റെ അത്ഭുതകരമായ ഒരു ശുശ്രൂഷയുടെ വിടുതൽ ഇതാ യെരിഹോ പട്ടണത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുകയാ. സ്തോത്രം. ആമേൻ. കാലാകാലങ്ങളിൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ ദൈവിക വ്യവസ്ഥയുടെ ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിനും ഒരുവന്റെ ശാപത്തെ നീക്കി അവനെ അനുഗ്രഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും ദൈവിക പദ്ധതി വെളിപ്പെടുത്തുവാനും യേശു ക്രിസ്തു തന്റെ യെരിഹോ പട്ടണത്തിനകത്തൂടെ അവൻ പുറത്തു വരുമ്പോൾ ദൈവം വെളിപ്പെടുത്തേണ്ടതിന് അവൻ യെരിഹോ എന്ന പട്ടണത്തിനകത്തൂടെ അവൻ കടന്നു വരികയാണ്. നമുക്ക് ചിന്തിക്കണം, യെരിഹോ പട്ടണത്തിൽ കൂടെ കർത്താവ് വരാനുണ്ടായ കാരണം നമുക്ക് വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 2 ശമൂവേൽ 5-ാം അധ്യായം അതിന്റെ 1-2 വേദഭാഗങ്ങൾ അനന്തരം ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ വന്നു, ഞങ്ങൾ തന്റെ അസ്ഥിയും മാംസവും ആകുന്നുവല്ലോ. മുമ്പ് ശൗൽ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോഴും നായകനായി ഇസ്രായേലിനെ നടത്തിയത് നീയായിരുന്നു. നീ എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ 30 വയസ്സായി. അവന് 40 സംവത്സരം വാണു. ശൗലിന്റെ കാലശേഷം യഹൂദയും ഇസ്രായേലും ഭരിക്കുവാനായി ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. ശൗല് രാജാവായിരുന്നപ്പോൾ അവൻ അപ്പന്റെ വാക്ക് കേട്ടനുസരിച്ചു എങ്കിലും ദൈവത്തിന്റെ വാക്ക് അവൻ ലംഘിക്കുവാനിടയായി തീർന്നു. സ്വതന്ത്രം. കാരണം കീശിന്റെ മകനായ ശൗല്, അവൻ ധനികനായ കീശിന്റെ മകൻ എന്നറിയപ്പെടുന്നത്, കോടീശ്വരനായ ഒരുവന്റെ മകനാണ് കീശ്. പക്ഷെ കാണാതെ പോയ കഴുതകളെ തേടി നീ സ്വതന്ത്രം കാണാതെ പോയ കഴുതകളെ തേടി തന്റെ മകനായ ശൗലിനെ അപ്പൻ പറഞ്ഞു വിടുകയാണ്. സാധാരണ ഒരു കോടീശ്വരന്റെ വീട്ടിലെ 4 കഴുതകളെ കാണാതെ പോയാൽ ആരെങ്കിലും തന്റെ മോനെ പറഞ്ഞു വിടുവോ? എടാ, ഇഷ്ടം പോലെ ദാസീദാസന്മാരുള്ള വീട്ടിനകത്ത് ഒരപ്പന്റെ കഴുതയെ കാണാതെ പോയപ്പോൾ തന്റെ അപ്പന് കിട്ടിയ വെളിപ്പാടാ, മോനെ നീ കാണാതെ പോയ കഴുതയെ തേടി നീ പോയി അതിനെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം. സ്വത്രം. കാണാതെ പോയ കഴുതയെ തേടി തന്റെ മകൻ അപ്പന്റെ വാക്കനുസരിച്ച് വീട്ടിനകത്തു നിന്ന് പുറപ്പെട്ടു. സ്വത്രം. അവൻ പുറപ്പെട്ടു എങ്കിലും അവൻ ചെന്ന് പറ്റിയത് ആരുടെ കയ്യിലാ? ശമൂവേൽ എന്ന പ്രവാചകന്റെ കയ്യിലാ ചെന്ന് വിട്ടത്. സ്വത്രം. പ്രവാചകൻ പറഞ്ഞു, നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം. കാണാതെ പോയ കഴുതയെ തേടിയല്ലേ നീ വന്നത്. ആ കഴുതയെ ഇതാ നിന്റെ ദൈവം തിരിച്ചു കൊടുത്തിരിക്കുന്നു. എന്നാൽ എനിക്ക് നിന്നോട് അരുളപ്പാട് പറയാനുള്ളത്, സ്തോത്രം, ഇസ്രായേലിന്റെയും യഹൂദയുടെയും പ്രഭുവായി ദൈവം നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. സ്തോത്രം. ആത്മസാന്നിധ്യം ശൗലിന്റെ മേൽ വന്നപ്പോൾ അവൻ ദൈവത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറായി. അവനൊരു ദൈവിക പ്രവചനം വെളിപ്പെട്ടു വന്നു. ആത്മാവിന്റെ നിറവുള്ളവന്റെ മേൽ അഭിഷേകത്തെ പകരുന്ന ഒരു സ്വർഗ്ഗം ഇന്ന് രാത്രിയിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കാൻ ഇന്ന് രാത്രി തയ്യാറാണ്. സ്തോത്രം. സ്തോത്രം. അവനെ ശമൂവേൽ വിളിച്ചു കൊണ്ടുപോയി ഏറ്റവും വിഐപികൾ ഇരിക്കുന്ന സ്ഥാനത്ത് കൊണ്ടിരുത്തി അവന് വേണ്ടുന്ന രീതിയിൽ ആർക്ക് സ്പെഷ്യലായിട്ട് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടോ അത് ശൗലിന്
കൊടുത്തു. ശൗലിന് കൊടുത്തിട്ട് അധികാലത്ത് എഴുന്നേറ്റ് ശൗലേ, എനിക്ക് നിന്നോട് അരുളപ്പാട് പറയാനുണ്ട്. ഇസ്രായേലിന്റെ രാജത്വം നിന്റെ മേൽ വരാൻ പോവുകയാണ്. നീ പുറപ്പോടെ രാജ്യം ഭരിക്കണം. ഹല്ലേലൂയ. അരുളപ്പാട് കേട്ടവൻ വചനമനുസരിക്കേണ്ട സ്ഥാനത്ത് അമാലേക്കിനെ മുഴുവനായി നശിപ്പിച്ചു കളയാതെ ജനത്തെ ഭയപ്പെട്ടിട്ട് അവൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ രാജത്വം അവന്റെ മേൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞു. ഹല്ലേലൂയ. രാജത്വം പോയെങ്കിലും ദൈവം ഇസ്രായേലിന് വേണ്ടി ഒരുവനെ തെരഞ്ഞെടുത്തു. എന്നോട് അറിയാമോ? കാട്ടുവള്ളി പൊറിച്ചെടുത്ത് വനാന്തരത്തിനകത്തിരുന്നു കൊണ്ട് കിന്നരമുണ്ടാക്കി ദൈവത്തെ ആരാധിക്കുന്നവന്റെ മേൽ അഭിഷേകം കടന്നു വന്നു. രാത്രിയിലും ആരാധിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിക്കാലം അറിയുന്ന ദൈവത്തോട് എനിക്ക് നിനക്ക് വേണ്ടി കരുതുന്ന സ്വർഗ്ഗം ഇന്ന് രാത്രിയിലും അവന്റെ ആത്മാവിന്റെ അഭിഷേകം ഇത് നമുക്ക് Hallelujah. Praise the Lord. സ്തോത്രം. Praise the Lord. ദാവീദ് ആരെയാ നോക്കിയേ? ദൈവത്തെ നോക്കി. അപ്പനും അമ്മയും അവനെ ഉപേക്ഷിച്ചു. വേദപുസ്തകം പറയുന്നത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. എന്റെ സഹോദരന്മാരുടെ മുമ്പിൽ ഞാൻ അന്യനും പരദേശിയുമായി തീർന്നു. ആമേൻ. അടിയന്തരങ്ങളിൽ കോപാടിയായ വഷളന്മാരെ പോലെ അവർ എന്നെ കണ്ടു. സ്തോത്രം. സ്തോത്രം. പറയത്തക്ക യാതൊരു ക്വാളിഫിക്കേഷനും ദാവീദിന് ഇല്ലായിരുന്നു. സ്തോത്രം. അവരൊരു ക്വാളിഫിക്കേഷനും പറയാനില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. ദൈവത്തിന്റെ ആലോചന കേട്ടനുസരിച്ച് ദൈവികാരാധനയ്ക്ക് മുൻസ്ഥാനം കൊടുത്ത ഹല്ലേലൂയ ദാവീദിനെ ദൈവം വനാന്തരത്തിൽ നിന്നുകൊണ്ട് അവനെ കണ്ടു. എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവം അവനെ കുറിച്ച് സാക്ഷി പറയുവാനിടയായി. ആരാധിക്കുന്നവനെ രാജത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ വെളിപ്പെട്ടുവരുന്ന ആ ദൈവ സാന്നിധ്യമുണ്ടല്ലോ, അത് പ്രാപിച്ച അഭിഷേകമുണ്ടല്ലോ, അത് നിന്റെ ദൈവത്തിന്റെ ആത്മീയ സമാധാനത്തിലേക്ക് മാത്രമല്ല, നിന്റെ ഉയരത്തിലേക്ക്, നിന്റെ നിത്യതയിലേക്ക്, നിന്റെ ദൈവകൃപ തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രിയിലും ദൈവ പൈതലെ നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ആരാധിച്ചാൽ നിന്റെ ഇസ്രായേലിന്റെ പ്രഭുവായി ദൈവം നിയോഗിച്ചു. സ്തോത്രം. അവൻ 30-ാമത്തെ വയസ്സിൽ അവൻ രാജത്വം ഏറ്റെടുത്തു. സ്തോത്രം. രാജത്വം ഏറ്റെടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എവിടെ പിടിക്കണം? യെരൂശലേം പിടിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യെരൂശലേം എന്റെ അവകാശമാണ്. അതിനകത്ത് ആരിരിക്കുക? യബൂസിനെ പിടിച്ചു വെച്ചിരിക്കുക. ഇന്ന് പൊട്ടു വന്നു. യോശുവയുടെ കാലഘട്ടത്തിൽ യോശുവ യെബൂസ്യ പട്ടണം, അതായത് യെരൂശലേമിലെ രാജാവിനെ നിഗ്രഹിച്ചിട്ട് ആ പട്ടണം തിരിച്ചു പിടിച്ചതാണ്. സ്തോത്രം. എന്നാൽ അന്ന് ഈ പട്ടണത്തിൽ യെബൂസ്യരും ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് പാർക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പാർത്തിരുന്നു. എന്നാൽ യെബൂസ്യന്റെ ശക്തി ബലപ്പെട്ടു വന്നു. കാരണം എന്താ? ആത്മീയ ആരാധനയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ജനം ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് കൈപ്പടിയായ വിഗ്രഹങ്ങളുടെയും ബിംബങ്ങളുടെയും മുമ്പിൽ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ആ ദേശത്തവർ പരാജയപ്പെട്ടു തുടങ്ങി. ആരാധനയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിട്ട് ആരാധന കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കാതെ വിഗ്രഹത്തിന്റെ മുമ്പിൽ വണങ്ങിയത് നിമിത്തം യെബൂസ്യന്റെ ശക്തി വളർന്നു വന്നു. ഇസ്രായേൽ മക്കളോ
പരാജയപ്പെട്ടു വന്നു. സ്വത്രം. എന്നാൽ ഈ പട്ടണത്തെയാണ് കർത്താവ് പിടിക്കാൻ പറഞ്ഞത്. സ്വത്രം. ദിവസം പറയുക, ദാവീദ് ഇവിടെ കിടക്കത്തില്ല. ദാവീദ് എന്ത് ചെയ്തില്ല? ഈ എരിശലേം പിടിക്കത്തില്ല. സ്വത്രം. അവനെ തടുക്കാൻ ഈ ദേശത്തിലെ കുരുടന്മാരും മുടന്തന്മാരും മതി. സ്വത്രം. സ്വത്രം. കാരണം എന്തറിയാമോ? ദേശത്ത് ആത്മീയ ആരാധനയില്ലാതെ വിഗ്രഹാരാധന കൊടുക്കൊത്തി വാഴുന്ന ഈ ദേശത്തിന്റെ മേൽ അവന്റെ ആധിപത്യത്തെ കൊണ്ട് അവൻ നിറഞ്ഞു വെച്ചിരിക്കുമ്പോൾ ഇതിനകത്തൊരു ദൈവ പൈതൽ ഒരിക്കലും വിജയം കൈ കൊടുക്കത്തില്ലെന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്റെ അന്ധകാരത്തിന്റെ മണ്ഡലത്തെ ഇന്ന് പകൽക്കത്തെ രാത്രിയിൽ യേശു കർത്താവ് അവന്റെ അന്ധകാരത്തിന്റെ അധികാരത്തെ അവന്റെ അവനകത്ത് കടക്കത്തില്ലെന്ന് കുടന്തനും മുടന്തനും മതിയെന്ന കുടൻ മുടന്തനും ആരാ? സ്വത്രം. ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. കാരണം അവന്റെ ആധിപത്യത്തെ കാണിക്കുന്നു. സ്വത്രം. എങ്കിലും ദാവീദ് സീയോൻ കോട്ട പിടിച്ചു. അവന്റെ ആധിപത്യത്തെ തകർക്കുന്ന ഒരു അഭിഷേകം ദാവീദിന്റെ മേലുണ്ടായിരുന്നു. ഏത് ആധിപത്യത്തെ തകർക്കുന്ന അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് തന്റെ ജനത്തോട് പറഞ്ഞു, നീ നീർപ്പാത്തിയിൽ കൂടി കടന്ന് അവന്റെ പ്രാണികളെ തകർക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ അവകാശം പ്രാപിച്ചപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. കുരുടനെയും മുടന്തനെയും എന്റെ വീട്ടിനകത്ത് കയറ്റുന്നത് അവിടെ വായിക്കുമ്പോൾ കാണുന്നത്. കുരുടന്മാരോ മുടന്തന്മാരോ ആരെയും നിന്റെ വീട്ടിനകത്ത് കയറ്റാൻ പാടില്ല. ഈ ശാപം ഇവിടെ കിടക്കുക, എരികോവിനകത്ത് കിടക്കുക. സ്വത്രം. കാരണം ദൈവസന്നിധിയിൽ അഭിഷേകമുള്ളവന്റെ വായിൽ നിന്ന് വന്ന വാക്കിന്റെ ആ അധികാരത്തിന്റെ മേൽ അവന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തവരും മൂകന്മാരും വളരെയേറെ രോഗത്താൽ ഭാരപ്പെട്ട് കിടക്കുന്ന വലിയൊരു തലമുറയുടെ നടുവിൽ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ചുകൊണ്ട് കാത്തിരുന്ന ഒരു കുരുടൻ അറിയാം. പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കണ്ണ് തുറന്നവരോ അവന്റെ ചെവി തുറക്കോ. ആരെല്ലാം അടച്ചു വെച്ചാലും ആരെല്ലാം നിന്റെ വഴിക്ക് വിരോധമായി നിന്നാലും എനിക്ക് വേണ്ടി തുറന്നു നടന്നൊരു വഴിയുണ്ട്. ഒരിക്കൽ കടന്നു വന്ന എനിക്ക് മറുപടി തന്ന എന്റെ ദൈവത്തിന്റെ വഴികളിലൂടെ എന്നെ മുടക്കിക്കൊണ്ട് വരുന്ന ദിവസമുണ്ട്. എന്റെ കർത്താവ് കടന്നു വരികയാണ്. വന്ന് പറഞ്ഞ സ്വത്രം. ദാവീദ് പുത്ര വിളിച്ചു. ആരറിയോ? ദാവീദിന്റെ പുത്ര എന്നാ വിളിച്ചത്. കർത്താവ് ശ്രമിക്കാൻ ദാവീദ് പുത്ര എന്നോട് കണ്ണ് തുറക്കണമേ എന്നുറക്ക നിലവിളിച്ചു. അവന്റെ മേൽ വ്യാപരിച്ച അവന്റെ തലയിൽ അവന്റെ മേൽ വ്യാപരിച്ചിരുന്ന അവന്റെ നാഥന്റെ ഒരു ശാപത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം ഒരു മറുപടി തരികയാണ്. ദാവീദ് പുത്ര എന്നോട് കണ്ണ് തോന്നണമേ എന്ന് ഉറക്ക നിലവിളിച്ചപ്പോൾ അവന്റെ നിലവിളി കേട്ടു ദൈവം അവന് മറുപടി കൊടുത്തു. ഹല്ലേലൂയ. കണ്ണിന് കാഴ്ചയില്ലാതെ മാനസികമായി തകർന്നിരുന്ന അനേകരുടെ അടുക്കലേക്ക് കർത്താവ് കടന്നു ചെന്ന് അവന്റെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഏതെല്ലാം ഭാരമേറിയ വിഷയത്തിന്റെ മേല് മറുപടി നൽകുന്ന ഒരുത്തൻ നമ്മുടെ മധ്യം ഉണ്ടെന്നുള്ള ആത്മവിശ്വാസത്തോടെ ഇന്ന് രാത്രിയിലും ആരാധിക്കുന്ന ദൈവജനത്തിന്റെ നടുവിൽ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ വെറുതെ ഇറങ്ങിയിരിപ്പാനല്ല. നിനക്ക് തന്നെ ആത്മനിറവിന്റെ ശക്തികൾ നീ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായ നിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന, നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, നിനക്ക് വേണ്ടി വലിയ ചെയ്യുന്ന, നിനക്ക് വേണ്ടി വലിയ
പ്രാർത്ഥിക്കുന്ന നിന്റെ നന്മയെ തടയുന്നവന് ശക്തമായി അതിന്റെ വിട്ടുകൊണ്ട് നിനക്ക് വേണ്ടി പാത തുറക്കുന്നവൻ ഇന്ന് രാത്രിയിൽ അവനിവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവനെ ആരാധിച്ച് നിന്റെ നന്മകളെ എന്റെ ദൈവം അഴിച്ചു മാറ്റുന്നവനാ. Hallelujah. സ്തോത്രം. Praise the Lord. Hallelujah. സ്തോത്രം. ഒരു വാക്യം വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം. ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതനായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷങ്ങൾ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ആമേൻ. പക്ഷെ നിങ്ങളുടെ അജ്ഞാതകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ചതിനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. Praise the Lord. Hallelujah. കടമനുസരിച്ചാട്ടെ. ആമേൻ. പത്രോസ് ശക്തമായി ഈ ദൂതെല്ലാം പറഞ്ഞെങ്കിലും നമുക്കുള്ള ദൂത് ഇതാ. Praise the Lord. അന്ധന്മാരുടെ കണ്ണ് കർത്താവ് തുറന്നെങ്കിൽ, അന്ധന്മാർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്തെങ്കിൽ, അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ, അനേകർ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കത്തക്കവണ്ണം അപ്പസ്തോലന്മാരെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിച്ചെങ്കിൽ, ഇന്ന് രാത്രികാലം ഈ വചനത്തിൽ അടിമുറച്ച് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ ശക്തന്മാരെ ബലപ്പെടുത്തുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വന്നിട്ടുള്ളവർ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് നിന്നെ തന്നെ ഒന്ന് ഉറപ്പിക്കുവാൻ പത്രോസ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. ഒന്നാം അധ്യായങ്ങൾ വായിക്കുമ്പോൾ അപ്പസ്തോലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ബിഥുനിയയിലും ആസിയയിലും ചിതറിപ്പാർക്കുന്ന ദൈവജനത്തെ ഉറപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഇന്ന് ദൈവമക്കൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പില്ല. സ്തോത്രം. ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്നവരെല്ലാം ഇവിടെ തിരിച്ചു വന്നത്. സ്തോത്രം. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ലഭിക്കാൻ കഴിയാത്തൊരു നല്ല വേലക്കാരനായി കർത്താവിന് വേണ്ടി തിരുവചനം പ്രസ്താവിച്ചാൽ അവർ പിന്നെ നിൽക്കത്തില്ല. കാരണം ഈ വഴി ഇച്ചിരി എടുക്കോളോ വഴിയ, ഇതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണെന്ന് കർത്താവ് മുന്നമേ പറഞ്ഞു. Praise the Lord. കാരണം നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആരും തിരിച്ചറിഞ്ഞാൽ പിന്നെ മാറിപ്പോവോ? പോകത്തില്ല. സ്തോത്രം. വിശ്വസന്മാർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഭയങ്കര പൊടിശക്ത, അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പണമുണ്ട്. അദ്ദേഹം തന്നെ കുട്ടികളോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും വിശ്വസ്തന്മാരുണ്ടോ നമുക്കത് പരീക്ഷിക്കാമല്ലോ. അങ്ങനെ പരീക്ഷിക്കാം. അതാരെ നമ്മൾ നോക്കും. അപ്പോ ആദ്യം പോയി ഒരു ഡോക്ടറെ വിട്ടു. അങ്ങനെ ജീവന് മനുഷ്യന് കൊടുക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് കുറെ പണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പണം ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവപ്പെട്ടി കൊണ്ടുവെക്കണം. ഓക്കെ, ഞാൻ വയ്ക്കാം. രണ്ടാമതൊരാളെ നോക്കിയപ്പോൾ പള്ളിയിൽ അച്ഛനെത്തും. പള്ളിയിൽ അച്ഛനാകുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അച്ഛനെ വിളിച്ചു, അച്ഛനും കൊടുത്തു കൊടുക്കും. അച്ഛൻ ഈ പണം കൊണ്ടൊക്കെ പോയി. അത് ഇനി ഒരാളെ വിളിക്കണമല്ലോ. അതൊരു വക്കീലിനെ, അദ്ദേഹം കേസൊക്കെ എടുക്കുന്ന ആളാണ്, സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു വക്കീലിനെ കൊണ്ടുവന്നു. സ്തോത്രം. അങ്ങനെ 3 പേരും പണം ആവശ്യത്തിന് കൊടുത്തു. മരിക്കുമ്പോൾ കൊണ്ട് വെക്കണമെന്ന്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. മരിച്ചതിന് ശേഷം ആദ്യം ഡോക്ടറെ കയ്യിൽ കൊണ്ടുപോയി. ഡോക്ടറെ പണം എന്ത് ചെയ്തു? അത് ഞാൻ ഒരു നേഴ്സിംഗ് കോളേജ് പണിതു, ഒരു സ്കൂള് പണിതു, ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് പണം എൻ്റെ കയ്യിൽ നിന്നും. രണ്ടാമത്തെ ആൾ വന്നു. അദ്ദേഹം വന്നത് പള്ളിയിൽ അച്ഛനാണ്. അയ്യോ, ഞാൻ ഓർഫണേജ് പണിതു, എൻ്റെ കയ്യിൽ പൈസ. സ്തോത്രം. മൂന്നാമതൊരാൾ വന്നു. വക്കീൽ വന്നു. വക്കീലോട് ചോദിച്ചു,
ഞാൻ പണം കൊണ്ട് വന്നിട്ടുണ്ട്, ചെക്കാണ്. ദൈവം മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാറിക്കോട്ടെ. സ്തോത്രം. എത്ര പേര് വിശ്വസ്തന്മാരുണ്ടെന്ന്? ഒരു മനുഷ്യനും ഇല്ല വിശ്വസ്തത. ചില വിശ്വസ്തതയായിട്ട് നടക്കുന്നു, മറ്റുള്ളവരെ വിശ്വസ്തത പഠിപ്പിക്കുന്നവരുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളവരുണ്ട്. അദ്ദേഹം നല്ല വിശ്വസ്തരായിട്ട് നടന്നിട്ട് പുറമേയുള്ള മറ്റുള്ളവരെല്ലാം അറിയിക്കും. അതും ഒരു കഥയാണ്. ഒരു ദിവസം ട്രെയിനകത്ത് കുറെ പേര് കയറി. അന്നേരം ഒരാൾ തലമുടിയൊക്കെ നല്ല തിടുക്കമുള്ള മുടിയൊക്കെ ആയിട്ട് ഒരാളൊരു പെട്ടിയായിട്ട് കിട്ടുന്ന കഷണ്ടിക്ക് മരുന്ന് കൊടുക്കും. പെണ്ണുങ്ങൾക്കെല്ലാം സന്തോഷമായി. കാരണം ഭർത്താക്കന്മാരെല്ലാം കഷണ്ടികളാണ് ഇരിക്കുന്ന ഭൂമികളാണ്. സ്വന്തം എല്ലാം എന്ത് ചെയ്ത് എല്ലാവരും വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം പെട്ടെന്ന് എന്ത് ചെയ്ത് ട്രെയിനൊക്കെ ഉലഞ്ഞപ്പോൾ മേളിൽ കിടന്നവന്റെ കൈ ഞങ്ങളുടെ തലമുടി തട്ടിയപ്പോഴും മുടി പറഞ്ഞു. അയാൾ മൊത്തം സ്വന്തം മുടി കൊടുത്തവരുടെയില്ല, മുടിയില്ല. ഇങ്ങനെയുള്ള കാലഘട്ടമായിക്കൊണ്ടിരിക്കുക ഈ ലോകം. സ്തോത്രം. ഈ കാലഘട്ടത്തിലാണ് പത്രോസ് ശക്തമായി വിശുദ്ധന്മാരോട് അരുളി ചെയ്യുന്നത്, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. കാരണം അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയെ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, മാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. വീണ്ടും ജനനം പ്രാപിച്ച നമ്മുടെ പൗരത്വം ഇവിടെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലാ. ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നം വന്നോട്ടെ, രോഗം വന്നോട്ടെ, കഷ്ടം വന്നോട്ടെ, എന്നാൽ ഇതിനെല്ലാം പിടിപ്പിക്കുന്ന ഒരു കാര്യം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. സ്വന്തം ഉറപ്പുള്ളവരെ ദൈവത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം അനേകരും ഉറപ്പുള്ള പലരും ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്മാറിപ്പോയ വലിയൊരു സംഘം ഈ വേദപുസ്തകത്തിനകത്തുണ്ട്. ഒന്നാമത്തെ ആളാണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ തള്ളി പറഞ്ഞോ ഇല്ല. സ്വത്രം. പക്ഷെ യോഹന്നാനൊരു ചോദ്യം ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ മറ്റൊരുത്തരെയോ ഞാൻ കാത്തിരിക്കണമോ? ഇതൊരു അവിശ്വാസത്തിന്റെ ചോദ്യമാണ്. അവിശ്വാസത്തിന്റെ ചോദ്യമാണ്. യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ നീയാണോ മിശിഹ? കാരണം എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിചരിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മാനസാന്തരത്തിന് സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ. എന്നാൽ എന്റെ പിന്നാലെ വരുന്നവനോ നിങ്ങളെ തീയിലും പരിശുദ്ധാത്മാവിലും സ്നാനം കഴിപ്പിക്കും. ഇവിടെ ആയിരുന്നു ഉറപ്പ്? അവന്റെ ഉറപ്പ് പോയോ? കർത്താവ് പറഞ്ഞ കുരുടർ കാണുന്നു, കുളന്തം നടക്കുന്നു, ദൈവരാജ്യം പ്രസംഗിക്കുന്നു. നിങ്ങൾ ചെന്ന് അവനോട് പറ, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞേരെ. അതുകൊണ്ട് യോഹന്നാനുള്ള പരാജയം എന്താ? അവരെ കുടിച്ചിട്ടതാണ്. സ്വത്രം. അവരെ കുടിച്ചിട്ടതാ. അടക്കം ചെയ്തെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പറയാൻ അവൻ എന്തില്ല? സ്വത്രം. അതാ ഉറപ്പെന്ന് പറയുന്നത്. സ്വത്രം. ആ ഉറപ്പ് ആർക്കുണ്ടായിരുന്നു? പൗലോസിനുണ്ടായിരുന്നു. ഞാൻ പറയുന്ന ക്രിസ്തു അവൻ ഉയരത്തിലെ ദൈവമാണെന്ന് ഉറപ്പോടെ തന്റെ ജനത്തോട് അരുളി ചെയ്യുമ്പോൾ നാല് ഭാഗത്തു നിന്നും അവന് വിരോധമായി യഹൂദന്മാരെന്ന് പറയുന്നവരും പള്ളിക്കാരും മറ്റുള്ള ജാതികളും ഒരുമിച്ച് ചേർന്ന് അഭിഷേകം പ്രാപിച്ചവനെതിരെ കല്ലെറിയുവാൻ തുടങ്ങുമ്പോൾ അവൻ ഭയപ്പെട്ടില്ല. അവൻ ഉറപ്പോടെ നോക്കിയത് സ്വർഗത്തിലേക്ക് അവൻ നോക്കി. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. പിതാവിന്റെ നിൽക്കുന്ന കാഴ്ച അവൻ കണ്ടു. ഉറപ്പുള്ളവന് വേണ്ടിയാ സ്വർഗം തുറക്കുന്നത്. ആമേൻ. നീ ഉറപ്പുള്ളവനാണോ? നിന്റെ സാമ്പത്തിക ദൈവം നോക്കത്തില്ല, നിന്റെ പദവി ദൈവം നോക്കത്തില്ല. നീ കർത്താവിന് വേണ്ടി ഉറപ്പോടെ നിന്നാൽ ഇന്ന് രാത്രിയിൽ
വേണ്ടിയാ സ്വർഗം തുറക്കുന്നത്. Praise the Lord. Praise the Lord. ഇന്ന് പലരും എന്ത് ചെയ്യുന്നില്ല, എല്ലാവരും കാണുന്നത് പാമ്പിനെയും പട്ടിയെയും സ്വത്രം ദർശനം കാണുന്നതാ. ഇത് കണ്ടിട്ട് മനുഷ്യൻ വാസേ ഞാനൊരു സ്വപ്നം കണ്ടു വാസേ, എന്നതാ ശവപ്പെട്ടിക്കകത്ത് വെക്കാൻ പോകുന്നു, എന്നതാ പിശാച് ഓടിക്കുന്നു, എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, ചുറ്റും പിശാച് നിൽക്കുക. സ്വത്രം നീ കണ്ണുനീരോടെ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞ് ഒന്ന് നിലവിളിക്കുന്ന ദൈവമേ, സ്വർഗം എന്താണെന്ന്, നിന്നിലുള്ള പ്രവൃത്തി എന്തെന്ന്, നിന്നെ വിളിച്ച വിളി എന്തെന്ന്, നിനക്ക് വേണ്ടി നൽകുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്തെന്ന് എന്റെ ദൈവത്തിന്റെ അറിയിപ്പ് ദൈവത്തിന്റെ മഹത്വം എന്നത് തിരിച്ചറിഞ്ഞാൽ ആ ദൈവത്തെ വിട്ടുമാറാൻ നമുക്ക് കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം. Praise the Lord. ദൈവത്തിന്റെ വഴി അത് വളരെ വലുതാണ്. Praise the Lord. ഇസ്രായേൽ മക്കളെ വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ട ദൈവമക്കളെ ദൈവം കൊണ്ടുവന്നവിടെ നിർത്തി, ചെങ്കടൽ തീരത്തോട് നിർത്തി. സ്തോത്രം. ആമേൻ. കടമത്തെ സൂചന ദൈവം കൊണ്ട് നിർത്തിയത് ചെങ്കടൽ തീരത്താണ്. ദൈവത്തിന്റെ ശക്തി എന്തെന്ന് ഇസ്രായേൽ മക്കൾ കാണുവാൻ വേണ്ടി മാത്രമല്ല, ഭൂമിയിലെ സകല ജാതികളും അറിയത്തക്കവണ്ണം ദൈവത്തിന്റെ കാറ്റിന്റെ ശക്തി എന്തെന്ന് തന്റെ ജനത്തെ അറിയിക്കേണ്ടതിന് വേണ്ടി പരാജയപ്പെട്ടും ഭയപ്പെട്ടും നിന്ന ജനത്തിന്റെ നടുവിൽ മോശയോട് പറഞ്ഞ, മോശേ നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു